ഫിലിം ഗാരേജിലേക്കും സ്വാഗതം. ഇന്നത്തെ ഞായറാഴ്ച കളക്ഷനോടെ കാന്താര ചാപ്റ്റർ 1 കേരള ബോക്സ് ഓഫീസിൽ അടുത്ത 50 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ടിരിക്കുന്ന അടുത്ത അന്യഭാഷാ സിനിമയായിട്ടും കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും പുതിയ സിനിമയായിട്ടും മാറാനായിട്ടിരിക്കുകയാണല്ലോ. ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത 10 അന്യഭാഷാ സിനിമകളെ കുറിച്ചാണ്. അപ്പോൾ വൈകാതെ തന്നെ ആ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അന്യഭാഷാ സിനിമകളിൽ കേരള ബോക്സ് ഓഫീസിൽ ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ബാഹുബലി 2 എന്ന സിനിമയാണ്. പ്രഭാസ് നായകനെ എത്തിയ സിനിമ ഫൈനൽ കേരള ഗ്രോസ് ആയിട്ട് 72 കോടി കളക്ഷനാണ് നേടിയെടുത്തത്. രാജമൗലി ചിത്രം 2017 കേരളത്തിൽ ഫൈനലായിട്ട് നേടിയെടുത്ത ആ കളക്ഷൻ പിന്നീട് ഒരിക്കലും ഇതുവരെ അന്യഭാഷാ സിനിമ മറികടന്നിട്ടില്ല. ബാഹുബലി 2 തൊട്ടടുത്തെത്തിയത് പിന്നീട് KGF ചാപ്റ്റർ 2 ആണ്. രണ്ടാം സ്ഥാനത്ത് ഈ ലിസ്റ്റിലുള്ള KGF 2 68 കോടി 50 ലക്ഷം ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. യാഷാണ് സിനിമയിലെ നായകൻ. മൂന്നാം സ്ഥാനത്ത് തളപതി വിജയ് ചിത്രം ലിയോ എന്ന സിനിമയാണ്. ഇന്ന് ലിയോ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 2 വർഷം പിന്നിടുകയാണല്ലോ. തമിഴ് സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമ 60 കോടി 5 ലക്ഷം രൂപയാണ് ഫൈനൽ കേരള ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. നാലാം സ്ഥാനത്ത് നമ്മുടെ ലാലേട്ടൻ കൂടി അഭിനയിച്ച രജനികാന്തിന്റെ ജയിലർ എന്ന സിനിമയാണ്. 57 കോടി 80 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ. ഇപ്പോഴത്തെ 5ാം സ്ഥാനത്ത് കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമ എത്തി നിൽക്കുകയാണ്. 50 കോടി കേരള ഗ്രോസിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുന്നു. 6ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിലുള്ള ഒരേ ഒരു വിദേശ രാജ്യ ചിത്രം അവതാർ ദി വേ ഓഫ് വാട്ടർ എന്ന സിനിമയാണ്. അവതാറിന്റെ 2ാം ഭാഗം കേരളത്തിൽ 41 കോടി ഫൈനൽ കേരള ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. 7ാം സ്ഥാനത്ത് കമലഹാസന്റെ വിക്രം എന്ന സിനിമയാണ്. 40 കോടി 10 ലക്ഷം ഗ്രോസ് ആണ് ലോകേഷിന്റെ ഈ ലിസ്റ്റിലെ 2ാമത്തെ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി വീഡിയോയിൽ 8ാമത്തെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് കൽക്കി 2898 AD എന്ന സിനിമയാണ്. പ്രഭാസിന്റെ ഈ ലിസ്റ്റിലെ 2ാമത്തെ സിനിമ 31 കോടി കേരള ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. 9ാം സ്ഥാനത്ത് ലോകേഷിന്റെ ഈ ലിസ്റ്റിലെ 3ാമത്തെയും രജനികാന്തിന്റെ 2ാമത്തെയും സിനിമയായ കൂലി എന്ന സിനിമയാണ്. 24 കോടി 95 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ്. 10ാം സ്ഥാനത്ത് രാജമൗലിയുടെ ഈ ലിസ്റ്റിലെ 2ാമത്തെ സിനിമയായ ട്രിപ്പിൾ ആർ എന്ന സിനിമയാണ്. 24 കോടി 50 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ. അപ്പോൾ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നു നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന ഫൈനൽ കളക്ഷൻ നേടിയെടുത്ത 10 അന്യഭാഷാ സിനിമകൾ ഇതൊക്കെയെന്ന്. ഈ ലിസ്റ്റിലൂടെ രജനികാന്തിന്, ഹോംബാല ഫിലിംസിന്, രാജമൗലിക്ക്, പ്രഭാസിന് ഒപ്പം ലൊക്കേഷനെല്ലാം തന്നെ കേരളത്തിൽ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് എന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക്.